ഇന്ത്യ പൂർണ്ണമായും തദ്ദേശീയമായി ഡിസൈൻ ചെയ്ത് നിർമ്മിച്ച ഫൈറ്റർ പ്ലെയിനായ തേജസിനെ കുറിച്ച് അറിയാത്തവരായി ആരും തന്നെയില്ല. എന്നാൽ ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ഫൈറ്റർ പ്ലെയിൻ നിർമ്മിച്ച രാജ്യമാണ് ഇന്ത്യയെന്ന് എത്ര പേർക്കറിയാം? 1961 പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രത്യേക ക്ഷണം സ്വീകരിച്ച് ഇന്ത്യയിലെത്തിയ വിഖ്യാതനായ ജർമ്മൻ എയറോനോട്ടിക്കൽ എഞ്ചിനീയർ കുർട്ട് ടാങ്കാണ് ഈ ഫൈറ്റർ പ്ലെയിൻ ഡിസൈൻ ചെയ്തത്. നിർമ്മിച്ചതാകട്ടെ HAL. 1967 പരീക്ഷണ പറക്കൽ പൂർത്തിയാക്കിയ ഈ വിമാനം ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഭാഗമാവുകയും 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിലടക്കം പങ്കെടുക്കുകയും ചെയ്തു. തേജസിനെ പോലെ എഞ്ചിൻ തന്നെയായിരുന്നു ഈ ഫൈറ്റർ പ്ലെയിൻ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി. 1971 നടന്ന ആണവ പരീക്ഷണത്തെ തുടർന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ ഇന്ത്യക്ക് മേൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും ഈ വിമാനത്തിന് നൽകാമെത്തേറ്റ ശക്തിയേറിയ റോൾസ് റോയ്സ് എഞ്ചിനുകൾ നൽകാൻ ബ്രിട്ടൻ വിസമ്മതിക്കുകയും ചെയ്തു. എഞ്ചിനുകളും പാർട്സും ലഭിക്കാതെ വന്നതോടെ ഇന്ത്യ HF-24 മാരുത് എന്ന് പേരിട്ട് വിളിച്ച ഈ ഫൈറ്റർ പ്ലെയിനുകളെ എയർഫോഴ്സ് മറ്റു വഴികളില്ലാതായതോടെ 1990 സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്യുകയായിരുന്നു.